1 second. ഓക്കെ, നോക്കിയത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാരഖില താരമതാം വെളിവും നീ. ഈ വെളിവ് എന്ന് പറയുന്നത് വളരെ നല്ല അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവം തന്നെ അത് വെളിപ്പെടുത്തി തരണം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒന്നുകൂടി വായിച്ചേ, എഫേഷ്യൻസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. നോക്കൂ, മനസ്സിലാകുക, നമ്മുടെ മനസ്സിലാകണമെങ്കിൽ ഇതുണ്ടോ, ഈ ഗ്ലാസ്സിൽ ആകുന്നതിന് ഗ്ലാസ്സിലാകുക എന്ന് പറയും. എന്ന മാതിരി ഈ ഗ്ലാസ് നമ്മുടെ മനസ്സാണെങ്കിൽ മനസ്സിലാകുന്നതിന് മനസ്സിൽ ആകുക, ഇല്ലേ? ഈ ഗ്ലാസ്സിൽ എന്തെങ്കിലും ഒന്നൊഴിക്കുമ്പോൾ എന്ന പോലെ മനസ്സിലാകുക. പക്ഷെ ഇവിടെ എന്താണ് കാര്യം? മനസ്സിലാക്കാൻ, നമ്മുടെ മനുഷ്യ മനസ്സിലാക്കാൻ ദൈവം തരുന്നത് ദൈവത്തിൻ്റെ വെളിപാടുകളാണ്, ദൈവിക വെളിപാടുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സെന്ന് വിചാരിക്കുക. ഈ ഗ്ലാസ് ദൈവത്തിൻ്റെ വെളിപാട് ഇങ്ങനെ വരികയാണ്, കണ്ടോ? വളരെ വലിയ വെളിപാടുകളാണ്. ഇതിൻ്റെ അകത്ത് കയറുന്നില്ല, കണ്ടോ? കയറുന്നില്ല. കാരണം ഈ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ വളരെ വലുതാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ. ഇത് നമ്മുടെ മനുഷ്യ മനസ്സ്. എന്നാൽ ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനേക്കാൾ വളരെ വലുതാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ മനസ്സിലുമുണ്ട്, ഈ വെളിപാടിലുമുണ്ട്. നോക്കിക്കോട്ടോ, ഈ ദൈവിക വെളിപാട്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ 5 വിരലുകൾ പോലെ 5 കാര്യങ്ങളാണെന്ന് ഉദ്ദേശിച്ചോ. ഈ പ്രോപ്പർട്ടീസിന് യാതൊരു കുറവും വരുത്താതെ പരിശുദ്ധാത്മാവ്, നോക്കിക്കോളൂ, കണ്ടോ, പരിശുദ്ധാത്മാവ് ഈ വെളിപാടുകളെ നമ്മുടെ മനസ്സിലാക്കാൻ തക്ക രീതിയിൽ അതിനെ ഇങ്ങനെ ചെറുതാക്കി, ഇല്ലേ? ചെറുതാക്കിയാലും പ്രോപ്പർട്ടീസ് പോയിട്ടുണ്ടോ? കണ്ടോ? എന്നിട്ട് ഇത് കണ്ടോടാ മോനെ, നിന്റെ മനസ്സിൽ ഞാൻ ആക്കാൻ പോവുകയാണ്. എന്തിനാക്കാൻ പോണു? ദൈവിക വെളിപാടുകളെ. കണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ആ വെളിപാടുകളെ നമ്മുടെ മനസ്സിലാക്കാൻ തക്ക രീതിയിലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നിട്ട് അകത്ത് ചെന്നിട്ട് വീണ്ടും അതിനെ വെളിപാടാക്കി. കേട്ടോ, ഇപ്പം എന്ത് സംഭവിക്കുന്നു? ഇത് നമ്മുടെ അകത്ത് ചെന്നിട്ട് ഈ വെളിപാടിനെ അങ്ങ് വികസിപ്പിച്ചു.
ഇപ്പം നമ്മുടെ മനസ്സിലായോ? ഇതിനെയാണ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഓ, രക്ഷപ്പെട്ടെന്ന് ഓർമ്മയില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ വചനം ഒന്നുകൂടി വായിച്ചേ, 1:17 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇത് ഏത് സയൻസിലാണ് ഇത് പറ്റണേ? പറയും. ഈ സയൻസിനാണ് പറയുന്നത് ദൈവിക, എന്താ പറയാ, എങ്ങനെ പറയാനോ അറിഞ്ഞൂടാ അല്ലേ, ദൈവിക ജ്ഞാനം എന്ന് തന്നെ പറയാം. ഇതാണ് ദൈവിക ജ്ഞാനം. അപ്പോൾ ഇത് ഇപ്പം ഈ മനസ്സിൻ്റെ അകത്ത് വേറെ കുറേ ജ്ഞാനമുണ്ടെങ്കിൽ എന്ത് പറ്റുന്നു? ഈ മനസ്സിൻ്റെ അകത്ത് വേറെ കുറേ ജ്ഞാനമുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെന്നിട്ട് പിന്നെ കയറണില്ല. ഇതായിരിക്കാം ചിലപ്പോൾ നമ്മളിൽ ചില ആളുകളുടെയൊക്കെ അവസ്ഥ. ചിലവരുടെ ഇല്ലേ, ചിലവരുടെ അകത്ത് മനസ്സിലൊന്നുമില്ല. മനസ്സിലൊന്നുമില്ലെങ്കിൽ അതാണ് വളരെ നല്ല അവസ്ഥ. അതിനാണ് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നവർ. അവരുടെ ആത്മാവിലൊന്നുമില്ല. അതാണ് ഈ കന്യാസ്ത്രീമാരുടെ എല്ലാം ദാരിദ്ര്യത്തിൻ്റെ വ്രതം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിൽ ഒന്നും ഉണ്ടാവരുത്. വസ്തുവകകളോ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടാകരുത്. അപ്പോൾ ആ ആത്മാവിൽ അവരുടെ മണവാളന് എളുപ്പം കയറിയിരിക്കാം. കണ്ടോ? ഹല്ലേലൂയ. ഇപ്പം മനസ്സിലായി ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് അല്ലേ? ശ്രദ്ധിക്കണം, ഇനി വളരെ സീരിയസ് ആണ്. ഇനി ദൈവിക രഹസ്യങ്ങളെ നമ്മുടെ മനസ്സിലാക്കുക എന്നതാണ് ദൈവത്തിൻ്റെ സന്തോഷകരമായ ഒരു പരിപാടി. ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ ഈ രഹസ്യങ്ങൾ മുഴുവനും എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഏതുപോലെ നമ്മുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കില്ലേ? അവരൊരു ദിവസം സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചടിച്ച് അവരെ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ്? കാശ് കൊടുത്തേക്കുന്നതാണ്, ഫീസ് കൊടുത്തേക്കുന്നതാണ്. മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഇവൻ ശരിയാവില്ല. അതായത് കുട്ടികൾ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഉള്ള വലിയൊരാഗ്രഹം നമുക്കുള്ള പോലെ നമ്മുടെ ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും മാതാവിനും ഈശോയ്ക്കും എല്ലാം ആഗ്രഹം ഇവർ ദൈവീകമായ രഹസ്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കണ്ട ഇത് നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ എന്ന്. ഇല്ല, ഇത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നുകൂടി വായിച്ച് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മളിലുണ്ട്. ഉണ്ടോ? വെളിപാടിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടോ? ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ്? തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്. ഇപ്പം നമുക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ട്. കർത്താവ് ഈശോ മിശിഹ ആരാണെന്നൊക്കെ, കർത്താവ് ഈശോ മിശിഹ എന്ത് ചെയ്തു എന്നും ആരാണെന്നും ഉള്ള അറിവിൽ നമ്മൾക്ക് വളരെയധികം അറിയാനുണ്ടെന്നാണ് പറയണേ. ആ അറിവ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ
നമ്മളിപ്പോൾ പഠിച്ച മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, സയൻസ്, ബയോളജി, സുവോളജി കൊണ്ട് ഈ അറിവുണ്ടാവില്ല. മറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനത്തിലൂടെയാണ് ഇത് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിന് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുവിധം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. എന്താ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ? യെശയ്യായിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. യെശയ്യാ 11. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെയും സ്ഥൈര്യലേവനത്തിലേക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ ആ പെട്ടി തുറന്നിട്ടുണ്ടോ? അതാണ്, ആ പെട്ടി തുറക്കാൻ പോവുകയാണിപ്പോൾ. എന്തെല്ലാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് 6-ാമത്തെ വചനത്തിൽ പറയുന്നത്. യെശയ്യാ 11:6 എന്താ പറയുന്നത്? ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പുള്ളിപ്പുലി മതി, ബാക്കിയുള്ളത് ഇങ്ങനെ ഇതിൻ്റെ തന്നെ ഒരു റിപ്പീറ്റേഷനാണ്. അപ്പം എന്താണ് ഈ ചെന്നായും ആട്ടും കുഞ്ഞും ഒന്നിച്ച് വസിക്കുന്നു എന്ന് ഈ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ, ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് ചെമ്മരിയാടുകളെ പോലെ അയക്കണം. ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേൻ. കണ്ടോ, വിവേകം ഉണ്ടായിരിക്കണം. എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? കർത്താവിന് വേണ്ടി നമ്മൾ ആത്മസമർപ്പണം ചെയ്ത് ഉടനെ തന്നെ കർത്താവ് നമ്മളെ കുഞ്ഞാടിനെ പോലെ എവിടേക്ക് അയക്കണു? എവിടേക്ക്? ചെന്നായ്ക്കളുടെ അടുത്തേക്ക്. ചെന്നായി എന്നല്ലേ പറഞ്ഞേ? വുൾഫ് ആൻഡ് ലാംബ്. ഈ ചെന്നായിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആട്ടിറച്ചിയാണ്. അപ്പോൾ നമ്മൾ ആട്ടും കുഞ്ഞിനെ കണ്ടാൽ ചെന്നായി എന്ത് ചെയ്യും? ചാടിക്കടിച്ച് തിന്നും. പിന്നെ എന്തിനാണ് കർത്താവ് നമ്മളെ അങ്ങോട്ടേക്ക് അയക്കണേ? കണ്ടോ, അപ്പസ്തോലന്മാർക്ക് വരദാനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞെന്താ? ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കണം. അത് ഈ വചനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അത് നിറഞ്ഞുകൊണ്ട് നീ പോണം. ആ ആത്മാവിനെ മുഴുവനും ഞാൻ നിനക്ക് നൽകുകയാണ്. ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. ചെന്നോ, നിന്നെ കടിച്ച് കീറാൻ വേണ്ടിയാണോ അയക്കണേ? ഇവിടെയാണ് എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിഗൂഢമായിട്ടുള്ള ഒരു കാര്യം ഏതാണ്? ഈ കുഞ്ഞാടിൻ്റെ ഉള്ളിൽ കുഞ്ഞാടിനെ അയച്ചവൻ തന്നെ അവൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞാടിനെ അയച്ചവൻ ആരുടെ കൂടെയുണ്ട്? കുഞ്ഞാടിൻ്റെ കൂടെയുണ്ട്.
അവൻ എങ്ങനെയാണ് ഈ കുഞ്ഞാടിൻ്റെ ഉള്ളിലിരിക്കുന്നത്? യൂദായിലെ സിംഹമായിട്ടുണ്ടവൻ. യൂദായിലെ സിംഹം. ആരാണ് യൂദായിലെ സിംഹം? കർത്താവ് ഈശോ മിശിഹ. ആ യൂദായിലെ സിംഹം നിന്റെ കൂടെ ഉണ്ട് എന്നത് നിന്റെ ജ്ഞാനത്തിൽ നീ അറിയണം. നീ ഒറ്റയ്ക്കല്ല. നിന്നെ ഞാൻ ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. നീ ചെന്നായിയെ വിഴുങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലായോ ഇല്ലയോ? ചെന്നായ്ക്കളുടെ അടുത്തേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അയച്ചവൻ എവിടെയാ? ഈ അയച്ചവൻ കുഞ്ഞാടിൻ്റെ കൂടെയുണ്ട്. ഇനി ഈ യുദ്ധം അല്ലെങ്കിൽ കീഴടക്കേണ്ടത്, പ്രവർത്തനം നടക്കേണ്ടത് കുഞ്ഞാടിനൊരു ശക്തിയില്ല. കുഞ്ഞാടിൻ്റെ ശക്തി കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ ഉള്ളിലുള്ള യൂദായുടെ സിംഹമാണ് കാര്യം നടത്തുന്നത്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. അപ്പോൾ ഇതുപോലെ നിഗൂഢാത്മകമായ രീതിയിലാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം. നിഗൂഢാത്മകമായി ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ അധികവും പറഞ്ഞത് ഉപമകളിലൂടെയാണ്. അത് പറയുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നത് മത്തായി 13:35 വായിക്കാം. മത്തായി 13:35. മത്തായി 13:35. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. അതെല്ലാവരും ഏറ്റു പറഞ്ഞ് വായിച്ചേ. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. ഒന്നുകൂടി വായിച്ചേ. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും. എങ്ങനെ പ്രസ്താവിക്കും? ഉപമകളിലൂടെ. അപ്പൊ ഈ ഉപമകളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ ദൈവിക ജ്ഞാനമാണ്, ദൈവിക രഹസ്യങ്ങളാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ ഉള്ള കാര്യങ്ങൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരാൻ തിരുമനസ്സായിരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതിന് ഒരു സാമ്പിളായിട്ട് ഞാൻ ഇതിനകത്തൊരെണ്ണം പറയാം. അപ്പോൾ കേട്ടോ, എങ്ങനെയാണ് ഉപമകളിലൂടെ പറഞ്ഞതിൻ്റെ കാരണം, എന്തിനാണ് അവൻ ഉപമകളിലൂടെ പറഞ്ഞത്? ഒരു കാര്യം മത്തായിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോകസ്ഥാപനത്തിന് മുൻപ് മുതലുള്ള, വായിച്ചേ, ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും. ഇതാണ് നമ്മൾക്ക് അറിയേണ്ടത്. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനമൊന്ന് വായിക്കാം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും
ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. എന്തോ വായിച്ചത് ശരിയായില്ലെന്ന് തോന്നണം അല്ലേ? ഈ സിസ്റ്ററിന് വായിക്കാൻ അറിഞ്ഞൂടെന്നാ തോന്നുന്നത്. അതോ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് എന്തോ ഉള്ള മാതിരി തോന്നണം. എന്തോ ഒന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കിയൊന്ന്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ വായിച്ച്. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് ശബ്ദമുയർത്തി, എല്ലാവരും ശബ്ദമുയർത്തി അധരം തുറന്ന് വായിക്കുക. യെസ്. ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? എന്തിനാണ് അവർ മോചനം? അത് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് മനഃപൂർവ്വം ഉപമകളിലൂടെ തന്നെ പറഞ്ഞത്. ഇപ്പൊ കുടുങ്ങി ഇല്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം? എന്നാൽ അപ്പസ്തോലന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണം. നിങ്ങൾ പുറത്തുള്ളവർക്ക് അറിയണ്ട. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ ജീവിതത്തിൽ തന്നെ മെസ്സിയാനിക് സീക്രസി, ഈ വളരെ രഹസ്യമായ നിഗൂഢമായ കാര്യങ്ങളാണ് പരസ്യ ജീവിതത്തിൽ ഈശോ ചെയ്തിട്ടുള്ളത്. എന്താ? ഈശോ വലിയ ജനസമൂഹങ്ങളോടാണ് സംസാരിക്കണത്. പക്ഷേ എന്തുദ്ദേശത്തിലാണ് സംസാരിക്കണേ? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടി. എന്നാൽ നിഗൂഢ രഹസ്യങ്ങൾ, ലോകസ്ഥാപനം മുതലുള്ള നിഗൂഢ രഹസ്യങ്ങൾ ഉപമകളിലൂടെ പറയുന്നു. ഇനി ആർക്കെല്ലാം ഇത് അറിയണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുവോ അവർക്കൊരു സോഫ്റ്റ്വെയർ അങ്ങ് കൊടുക്കും, ജ്ഞാനം. അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഇതിനകത്ത് അങ്ങ് ഫിറ്റായി കഴിഞ്ഞാൽ, ഇപ്പോൾ മനസ്സിലായി. ഇങ്ങനെ അവർക്കൊക്കെ മനസ്സിലാവും അത്. എന്നാൽ ഇപ്പോൾ അവർ മനസ്സിലാക്കരുത്. ഇപ്പോൾ അവർ മനസ്സിലാക്കരുത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അവൻ ഉപമകളിലൂടെ സംസാരിച്ചത്. ഇത് യെശയ്യായിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം എന്താണ് അതിൻ്റെ കാരണം? എന്തിനാണ് അങ്ങനെ പറയുന്നത്? അവർ ഇപ്പം മോചനം പ്രാപിക്കരുതെന്ന് പറയണത് ഒന്ന് ചിന്തിച്ചേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നുണ്ടോ?
അവരിപ്പോൾ മോചനം എന്താ പറഞ്ഞേ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസ് നമ്മളെന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമായി. ഒന്നും ഉണ്ടായിരിക്കണമെന്നല്ലേ. ഇവിടെയാണ് മെസ്സിയാനിക് സീക്രസി എന്ന് പറയുന്നത്. അതായത് ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാന രഹസ്യം ഇതാണ്: ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ ആണ് മിശിഹ എന്ന് ഈശോ വളരെ ചുരുക്കം പേർക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഈശോ അപ്പസ്തോലന്മാരോട് ഒരിക്കൽ ചോദിച്ചു, എന്താ ആൾക്കാർ എന്നെക്കുറിച്ച് പറയണേ? അത് ഞാൻ വലിയ ആളാണെന്ന് പറയണ്ടോന്ന് അറിയാൻ വേണ്ടിയൊന്നുമല്ല. ഒരു സീക്രസി ഈശോ മെയിൻറ്റെയിൻ ചെയ്യണത് പൊട്ടിയോ അതോ അവർ ആ സീക്രസി തന്നെയാണോ? അപ്പോൾ അവർ പറഞ്ഞു, ഓ അങ്ങ് വലിയൊരു പ്രവാചകനാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഒരുത്തൻ പറഞ്ഞു, യോഹന്നാൻ മൗന്താന ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്നാണ് ഞങ്ങളുടെ അവിടെ ആൾക്കാർ പറയണേ. വേറെ ആൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞത് ഏലിയായാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലായിട്ടില്ല ഞാൻ മിശിഹായാണെന്ന്. ആർക്കും മനസ്സിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഈശോ അപ്പസ്തോലന്മാരോട് ചോദിക്കാൻ, നിങ്ങൾ എന്താ പറയണേ? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണേ? എടാ, അത്രയും അവർ പ്രതീക്ഷിച്ചില്ല. ഈ കൂടെ നടക്കുന്ന ആൾക്കാരോട് ചോദിക്കണേ, ഞാൻ ആരാണെന്നാ? നിങ്ങൾ എൻ്റെ അപ്പസ്തോലന്മാരല്ലേ? നോക്കണം, അപ്പസ്തോലന്മാരായ അവർക്ക് പോലും മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. പത്രോസ് മാത്രം പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, മിടുക്കനാണ് നീ. എന്താ പറഞ്ഞത്? ഇത് നിന്റെ മാനുഷിക അറിവ് കൊണ്ടൊന്നും അല്ല നീ പറഞ്ഞത്. നീ വലിയ ആളൊന്നും ആകണ്ട. ഇത് ഇപ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നു. അതാണ് വെളിപാടെന്ന് പറയുന്നത്. കണ്ടോ? ഇപ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. കാരണം പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. നിന്നെ അത്രയ്ക്ക് വലിയ ഒരു ദൗത്യം ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഇതറിയണം. അത് നിന്റെ ഓഫീസ് അതാണ്. എന്നിട്ട് അടുത്ത് എന്ത് പറഞ്ഞെന്നറിയാമോ? നിങ്ങളിത് ആരോടും പറയരുത്. കണ്ടോ? സീക്രസി. ഞാൻ മിശിഹായാണെന്ന് നിങ്ങളിത് ആരോടും പറയരുത്. ഇതാണ് ഒരു ടൈമാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു സമയത്തിൻ്റെ ഫാക്ടറാണ്. എന്താണ് ഫാക്ടർ? എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ വേഗം പോകണം. പറയും, നിങ്ങൾ തൃശ്ശൂർക്ക് പോകണം, അവിടെ ആൾക്കാർ കൊല്ലാൻ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകുമോ? എനിക്ക് പാലക്കാട്ടേക്ക് വേഗം പോകണം, അവിടെ ആൾക്കാർ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ആ വചനത്തിൽ തന്നെ കിടക്കണ ഒരു ഇത് കണ്ടോ? അവിടെ ആൾക്കാർ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്, എനിക്ക് വേഗം പോകണമെന്ന്. ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എനിക്ക് വേഗം ജെറുസലേമിലേക്ക് പോകണം. അവിടെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. അവർ മനുഷ്യപുത്രനെ പീഡിപ്പിക്കും,
അവൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും, അവനെ ചമ്മട്ടി കൊണ്ട് അടിക്കും, അവനെ കുരിശിൽ തറച്ച് കൊല്ലും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേക്കും. ഓ, ഇത് കേട്ടപ്പോൾ ഈ പത്രോസിന്റെ ഹൃദയം നുറുകിൽ, അങ്ങനെയാണെങ്കിൽ നീ പോകണ്ട, പ്ലീസ് നീ പോകണ്ട കുട്ടപ്പ, നീ ഞങ്ങളോട് അവർ നിന്നെ കൊല്ലാണെങ്കിൽ, അവർ നിന്നെ പീഡിപ്പിക്കുകയാണെങ്കിൽ നീ പോകണ്ട. ഇത്രയും വരെയല്ലേ നമ്മുടെ പ്രാർത്ഥനയൊക്കെ എത്തിയിട്ടുള്ളൂ പറഞ്ഞേ അല്ലേ? നമ്മൾ ആരെങ്കിലും വന്ന് പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ എന്നാ പോകണ്ടട്ടോ, എത്ര വലിയ വചന ശുശ്രൂഷകരായല്ല അവിടെ പോകണ്ടട്ടോ, അവിടെ വലിയ പ്രശ്നമാണ്, അവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാണ് പോകണ്ട. ടോമച്ചനെ വിടിയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അല്ലേ? എന്ത് വിശ്വാസമാണ് പറയും? അദ്ദേഹം ഒരു രക്തസാക്ഷിയാകാനായിട്ട് കർത്താവ് ഒരുക്കി അവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണത് അങ്ങേരെ വിട്ട് കിട്ടണം. എന്നിട്ട് പല വീഡിയോകളും എല്ലാം കാണിച്ച് സഭ മുഴുവനും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു, അദ്ദേഹത്തെ വിട്ട് കിട്ടണം. മറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ശത്രുപാളയത്തിൻ്റെ അകത്ത് തോമാസ് ലീഹായുടെ ഒരു വീരയോദ്ധാവ് അകത്തയച്ചിരിക്കുകയാണ്, ഒരു ആറ്റം ബോംബായിട്ട്, ഒരു സൂയിസൈഡൽ ബോംബായിട്ട്. നമ്മൾ അവന് ശക്തി പകർന്നിട്ട് ആ ബോംബ് കുറേയും കൂടി വീര്യമായിട്ട് അവിടെ പൊട്ടണം, അവൻ അവിടെ രക്തസാക്ഷിയാകണം. അങ്ങനെ സഭയ്ക്കൊരു പുതിയ രക്തസാക്ഷി ഉണ്ടാകണം, അതിലൂടെ ആ രാജ്യം മുഴുവനും മാറണം. ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഞാനതാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അദ്ദേഹത്തിനെ തിരിച്ചു വരണം. കാരണം അദ്ദേഹത്തിന് പരിചയമുള്ളവരും കുടുംബക്കാരും എല്ലാം പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ പ്രശ്നം തുടങ്ങിയപ്പോഴേ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് തിരിച്ചു വരാൻ. പക്ഷെ പറഞ്ഞില്ല, ഞാനെങ്ങനെ തിരിച്ചു വരണേ? ഞാനൊരു മിഷനറി ആയിട്ട് അവിടെ പോയിരിക്കുന്ന ഞാൻ തിരിച്ചു വരണേ എങ്ങനെയാ? വരുവിൻ, അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ലീഹായുടെ മകനാണ് ഞാൻ. പറയും, തിരിച്ചു വരാമോ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥനയാ പ്രാർത്ഥിക്കണേ? അപ്പൊ നമ്മൾ ഈ പത്രോസിന്റെ മാതിരിയാണ് കാര്യം. പത്രോസ് പറയണം, അയ്യോ കർത്താവേ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകണ്ടോ, അവിടെ കൊല്ലും നിന്നെ. അപ്പോഴാണ് ഒരു മിനിറ്റ് മുമ്പ് കർത്താവ് പറഞ്ഞു, പത്രോസേ നീ പാറയാകും. ഇപ്പൊ പാറ ചെളിയായി മാറിയില്ലേ? നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ പള്ളി പണിയും, നീ അനുഗ്രഹീതനാണെന്നെല്ലാം പറഞ്ഞ ആ കർത്താവ് തന്നെ പറയാണ്, സാത്താനെ നീ എൻ്റെ പുറകെ പോ. ഇത്ര പ്രശ്നമുള്ളൂ, അവൻ മുന്നിൽ നിൽക്കുകയാണ്, നീ പുറകെ നിൽക്ക്. ഇത്ര പ്രശ്നമുള്ളൂ. എന്നിട്ട് പറയാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. കണ്ടോ, നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടമെങ്കിൽ, നമ്മുടെ ചിന്ത പോലും എന്തായിരിക്കണം? ദൈവികമായിരിക്കണം. ചിന്തയിലാണ് പ്രധാന മാറ്റം ഉണ്ടാകേണ്ടത്. പത്രോസ് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വലിയ കാര്യങ്ങൾ പറയും, പെട്ടെന്ന് ആളങ്ങ് മാറി. പക്ഷേ പന്തക്കോസ്ത കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പന്തക്കോസ്ത വരെ പെട്ടെന്ന് ആൾ വലിയ വെളിപാടുകളൊക്കെ പറയും, അത് കഴിഞ്ഞ് തനി സ്വഭാവം പുറത്തു വരും. ഇപ്പം നമ്മൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ നല്ല ദർശനമൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് ചിലപ്പോൾ. പക്ഷേ ചില നേരത്ത് പറയണ കേട്ട് കഴിഞ്ഞാൽ ഇതാ ബ്രദർ തന്നെയാണോ? ഈ ലൗകികമായ എന്ന പോലെയാണ് പത്രോസിനോട് ഈശോ പറയാൻ, നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ്, നീ എനിക്കൊരു തടസ്സമാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും
അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടി അവൻ മനഃപൂർവം ഉപമകളിലൂടെ പറഞ്ഞു. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരാൾക്ക്, ഇത്രയും ആളുകളിൽ ഒരാൾക്കേ വെളിപാട് കിട്ടിയിട്ടുള്ളൂ, യേശു മിശിഹായാണെന്ന്. ആ ഒരാൾ തന്നെ എന്താ ഇപ്പൊ പറയണേ? യേശുവിൻ്റെ മെസ്സിയാനിക് ജേണിയിൽ, യേശുവിൻ്റെ ആ മെസ്സിയാനിക് സഫറിങ്, യേശുവിൻ്റെ ആ പീഡാസഹനത്തിന് അയാൾ എതിര് നിൽക്കുന്നു. ഇപ്പോൾ ഈ സുവിശേഷം കേട്ട ആളുകൾ എല്ലാവരും യേശുവാണ് മിശിഹ എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എല്ലാവരും ഈ യേശുവിൻ്റെ പീഡാനുഭവത്തിന് തടസ്സം നിന്ന് യേശുവിനെ കുരിശുമത്തറയ്ക്കുന്നൊരു സൂചനയെങ്ങാനും കേട്ടാൽ ഇവരെല്ലാവരും കൂടി കയ്യപ്പാസിനെയും ആളുകളെയും പോയി കരാവോ ചെയ്തില്ലേ, ഞങ്ങളുടെ യേശുവിനെ തൊട്ട് പോകരുത് പറഞ്ഞിട്ട്. അതുകൊണ്ട് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്, ഇല്ലേ? പക്ഷെ എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടത്? യേശുവിനെ മുഖാമുഖം കണ്ടതുകൊണ്ടോ, യേശുവിനെ മനസ്സിലാക്കിയത് കൊണ്ടോ, യേശുവിൻ്റെ വചനം കേട്ടത് കൊണ്ടോ അല്ല. മറിച്ച് എന്തുകൊണ്ടാ? യേശു കുരിശിൽ ബലി അർപ്പിക്കുന്നതിലൂടെയാണ്. യേശു തൻ്റെ ജീവൻ കുരിശിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവനും യേശു പീഡാസഹനത്തിലൂടെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാര ബലി ചെയ്ത് മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർപ്പിച്ചു കഴിയുമ്പോൾ മാത്രമേ പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യവംശത്തെ മുഴുവനും രക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അതിനു മുമ്പ് ഇവരെല്ലാവരും യേശുവാണ് മിശിഹ എന്നും പറഞ്ഞുകൊണ്ട് ജനം മുഴുവനും യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ അതല്ലല്ലോ യേശുവിൻ്റെ രക്ഷാകര പദ്ധതി. യേശുവിനെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം രക്ഷ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? പീഡാനുഭവവും കുരിശുമരണവും. ഒരു വചനം വരുന്നു, 1 കൊറിന്ത്യസ് 15, 1, 2, 3, 4, 5 വരെ ഉണ്ട്. ആ 15 വായിച്ചു നോക്കി. 1 കൊറിന്ത്യസ് 15, 1 കൊറിന്ത്യസ് 15 1 മുതൽ 1 വായിച്ചേ. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം എന്താണ്? ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണവും സംസ്കാരവും ഉത്ഥാനത്തിലൂടെയേ മാത്രമേ മനുഷ്യവംശത്തിൻ്റെ പാപത്തിന് പരിഹാരം നടക്കുന്നുള്ളൂ. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഇത് സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരുക്കം മാത്രമായിരുന്നു. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും യേശു നടത്തിയതെല്ലാം ഇതിൻ്റെ ഒരു ആമുഖം മാത്രമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ടാണ്
അവൻ ഉപമകളിലൂടെ സംസാരിച്ചത്. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കിയത്, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത് അവൻ ഉപമകളിലൂടെ സംസാരിച്ചത്. ഒരിക്കൽ കൂടി പറയാം, അതായത് യേശു ലോകം മുഴുവനെയും രക്ഷിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, ഇല്ലേ? പക്ഷെ എങ്ങനെയാണ് ആ രക്ഷ സംഭവിക്കുന്നത്? പീഡാസഹനവും കുരിശുമരണവും സംസ്കാരവും ഉത്ഥാനത്തിലൂടെയുമാണ്. അതിനു മുൻപ് ചുരുക്കം ചിലർക്കെല്ലാം ഈശോ ഒരു മുൻ ആസ്വാദനം പോലെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ അവർ ബഹളുണ്ടാക്കി, പാപം ക്ഷമിക്കാൻ ഇവരാരാ? ഉടനെ അവർ ചീറ്റിപ്പാഞ്ഞു വന്നാട്ടോ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ദൈവപുത്രന് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത്. എന്നിട്ടൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇദ്ദേഹം ദൈവപുത്രനാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാൽ തന്നെയും അറിയില്ല, അതും ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ അവർ കുരിശിൽ തറച്ചത്? എന്തായിരുന്നു യേശുവിനെതിരെ അവർ ചെയ്ത ഏറ്റവും വലിയ ആരോപണം? ഇവൻ ദൈവപുത്രനാണെന്ന് പറയണു. എന്നാൽ അവൻ ദൈവപുത്രനാണോ അല്ലയോ? ആണ്. അതാണ്, ഞാൻ സത്യം പറയാതിരിക്കാൻ പറ്റുമോ? കണ്ടോ? അപ്പൊ ഇവർക്ക് ആ ജ്ഞാനം കൊടുത്തിട്ടില്ല. ആർക്ക്? ഫരിസേയരും നിയമജ്ഞർക്കും ആ ജ്ഞാനം കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അവർ യേശു ദൈവപുത്രനാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അവനെ കുരിശിൽ തറക്കില്ലായിരുന്നു. അങ്ങനെ കുരിശിൽ തറക്കില്ലായിരുന്നുവെങ്കിൽ രക്ഷാകര പദ്ധതി നടപ്പില്ലായിരിക്കും. അതുകൊണ്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഫരിസേയരിൽ തീഷ്ണതയുണ്ടായിരുന്ന മറ്റൊരു ഫരിസേയനായ സാവൂളിനെ ഈ ജ്ഞാനം കൊടുത്തു പറഞ്ഞു വിട്ടു. ആ സാവൂൾ ഈ ഫരിസേയരും യഹൂദരുടെയും മധ്യത്തിൽ ചെന്നിട്ട് ഇങ്ങനെ വചനം പ്രഘോഷിക്കാൻ ആരംഭിച്ചു. എന്തായിരുന്നു സാവൂൾ പ്രഘോഷിച്ച വചനം? നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തു ദൈവപുത്രൻ തന്നെ ആയിരുന്നു എന്ന് അവൻ സിനഗോഗുകളിൽ അവരോട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. സാഹചര്യം ഇത്, ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ സാഹചര്യം കൂടി ഓർക്കണം. ഈ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ പേരിൽ യേശുവിനെ കുരിശിൽ തറച്ച അതേ ഫരിസേയ പ്രമാണികളോട് ഒരു ഫരിസേയനായിരുന്ന സാവൂൾ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ദൈവപുത്രൻ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം. എവിടെയാണത്? അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 20 നോക്കിയേ. 9-ാം അധ്യായം 20-ാമത്തെ വചനം. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്? സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്കൊരു സൂചന കിട്ടുന്നുണ്ടോ ദൈവിക ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്? ഇല്ലേ? ഇപ്പോൾ നമ്മൾ നിരന്തരം വായിക്കാറുള്ള സുവിശേഷ ഭാഗങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ്റെ സുവിശേഷ ഭാഗങ്ങൾ തന്നെ നമുക്ക് മുഴുവനും മനസ്സിലായിട്ടില്ല. സ്നേഹമുള്ളവർ, നമുക്ക് മുഴുവനും മനസ്സിലായിട്ടില്ല. ഞാൻ ഓരോ ചെറിയ ചെറിയ വാക്കുകൾ ചില സമയത്ത്
എന്തോ ഒരു വലിയ അർത്ഥമാണ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവേ ജ്ഞാനം നൽകണേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ദൈവിക രഹസ്യങ്ങൾ, ഈ ഉപമകളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവനീതിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ. ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാല ഹലബല ഹലബല ശാലബലബലബലബലബലബല. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ ജ്ഞാനം, 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 ജ്ഞാനം. ഹല്ലബല ഹല്ലബല. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ തുറക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇപ്പോൾ ഒരു ദാഹം വരുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇതാണ് വെളിപാട് മുഖേനയാണ് ഇത് മനസ്സിലാകുക. ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട്, നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാനിത് എവിടെയും വായിച്ച് പഠിച്ചതല്ല. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മണിക്കൂറുകളോളം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതെൻ്റെ ഒരു കഴിവുകൊണ്ടൊന്നുമല്ല, എന്നെ ഉറക്കുന്നില്ല പരിശുദ്ധാത്മാവ്. ചില സമയത്ത് പണ്ടൊക്കെ എണിക്കാൻ ഇത്തിരി മടി കാണിക്കുമല്ലോ, വെളുപ്പിനല്ലേ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സമയം. അപ്പോൾ ചിലപ്പോഴൊക്കെ ചെവിക്ക് പിടിച്ച് എണിക്ക് മോനെ, എണിക്ക്, ഇത് ജ്ഞാനം നിൻ്റെ വാതുക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ എടുക്കാം. അതിനു മുമ്പ് ഈ എഫേഷ്യൻസിലെ ഈ ദൈവിക രഹസ്യങ്ങളുടെ കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചോ. എഫേഷ്യൻസ്, ഫിലിപ്പിയൻസ്, ഗലേഷ്യൻസ്, കൊളോഷ്യൻസ്, ഇതിനകത്തെല്ലാം ആദ്യ ഭാഗങ്ങളിൽ ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ഏറ്റവും പ്രധാനമെന്ന് പൗലോസ് പറയുകയാണ്. പൗലോസ് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൗലോസ് ഈ പ്രസ്ഥാനത്തിന് നേരെ വിപരീതമായി ഉള്ള ഒരു തീഷ്ണമായ ഒരാളായിരുന്നു. അതാണ് നമ്മുടെ സീറോ മലബാർ കുർബാനയിലെ, റാസ കുർബാനയിലെല്ലാം നമ്മൾ ഒരു വ്യാഖ്യാന ഗീതമുണ്ട്. വ്യാഖ്യാന ഗീതം പൗലോസിൻ്റെ ലേഖനം വായിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യാഖ്യാന ഗീതത്തിൽ ഇങ്ങനെയാണ് പാടുന്നത്. ശൗലെന്നാൾ യൂദൻ നിയമം ചാർത്തും തിരശീലകളാലം മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഇസ്രായേലിൻ തീക്ഷ്ണൻ ശൗലിനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ തീക്ഷ്ണതയേറും മാതൃക നൽകാൻ നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് സ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഓക്കെ. അപ്പോൾ അത് നമുക്ക് പിന്നെ പഠിക്കാം. എങ്കിലും ആ സാവൂളിൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപാടുകളാണ് ക്രിസ്തു യേശുവിൻ്റെ തന്നെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വീണ്ടും എഫേസ്യോസിലേക്ക് വരാം. അതിൽ ഒന്നാം അധ്യായത്തിൽ 5-7 വചനം വായിക്കാം. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്
അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് എല്ലാവരും ശബ്ദമുയർത്തി അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ എല്ലാവരും ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു 3 കാര്യമാണ്. കൃപ നമ്മൾ മനസ്സിലാക്കി. കൃപ യേശുക്രിസ്തുവിലൂടെ നമ്മളിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ കൃപയുടെ അന്തരാർത്ഥം, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതിലെതിലൂടെയാണ്? ജ്ഞാനത്തിലൂടെയും വിവേകത്തിലൂടെയുമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ ഈ ദൈവിക രഹസ്യങ്ങൾ നമ്മളിൽ മനസ്സിലാവുകയുള്ളൂ. അതാണ് ഇപ്പൊ എവിടെയാ? 8 അത്? എഫേഷ്യൻസ് 1:8 1:8. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും 17 ഒന്നും കൂടി വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെയും പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഇനി തുറന്നു വായിക്കാം. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നും അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, നമ്മൾക്ക് ആന്തരിക നേത്രങ്ങളുണ്ട്. ഈ ആന്തരിക നേത്രങ്ങളിലാണ് ദൈവിക രഹസ്യങ്ങളുടെ വെളിപാടുകൾ കിട്ടുന്നത്. ഈ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെടുമ്പോഴാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ കരമുയർത്തിക്കൊണ്ട് വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ മഹത്വം കണ്ടോ. എന്താ നമ്മളുടെ അവകാശം? ദൈവത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ പാപമോചനവും ശുദ്ധീകരണവും മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വീകരണമാണ് മഹത്വം. കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. തുടർന്ന് വായിച്ചോളൂ.
ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അടുത്ത വചനം, അതുവഴി എല്ലാവരും ശബ്ദമുയർത്തി, അതുവഴി അവന്റെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ ശബ്ദമുയർത്തി, കരമുയർത്തി, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ഹല്ലേലൂയ. വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ ശക്തി എന്താണ്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തിയപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ആ ശക്തിയാണ് വിശ്വാസികളായ നമ്മിലേക്ക് നൽകിയിരിക്കുന്നത്. അതാണ് റോമർ 8:11 പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിന്റെ ശക്തിയിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സത്യം. ഒരുപക്ഷെ നമുക്കിതൊക്കെ അറിയാമായിരിക്കാം. പക്ഷേ ഇനി ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് നിറയുമ്പോഴാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിട്ട് എന്താ വയ്യണേ? എന്താണ് ആത്മാവിൻ്റെ പ്രവർത്തനം? അത് മനസ്സിലാക്കാനാണ് നമ്മുടെ ആന്തരിക നയനങ്ങളെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ പ്രകാശിപ്പിക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച് കർത്താവേ ജ്ഞാനം നൽകണേ. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനം നൽകണേ. ഓ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം നൽകണേ. ശലബല ഹലബല ലംബട 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 ലഹ ശലബല ബല 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 ബലഹ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. കൊളോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനമാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഉച്ചത്തിൽ വായിച്ചേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ
അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത്. ശരിയായില്ലല്ലോ, ഒന്ന് ഉറക്കെ വായിച്ചേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിൽ